ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഡോക്ടർ BR അംബേദ്കറെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം തുടങ്ങിയത്. ഇന്ത്യയിലെ വിമാനയാത്രാ ചെലവ് മിക്ക രാജ്യങ്ങളെയും അപേക്ഷിച്ച് കുറവാണെന്ന് വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21, 22 തീയതികളിൽ കുവൈറ്റ് സന്ദർശിക്കും. കുവൈറ്റ് അമീറിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കേരളത്തിൽ ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി ഉത്തരവിനെതിരെ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രായോഗികമല്ലെന്നാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ മൌറീഷ്യസിലെത്തും. പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലത്തിന്റെ നേതൃത്വത്തിൽ മൌറീഷ്യസിൽ പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉന്നതതല പ്രതിനിധിയുടെ ആദ്യ മൌറീഷ്യസ് സന്ദർശനമാണിത്. ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ അനുവദിച്ചു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കർഷകരുടെ ജീവിതത്തിൽ കൂടി സന്തോഷമെത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മന്ത്രി P. പ്രസാദ്. വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്താൽ മാത്രമേ സംസ്ഥാനത്തെ കാർഷിക മേഖല കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. കേരള അഗ്രോ ബിസിനസ് കമ്പനിയായ ക്യാപ്കോ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് പൂക്കോട് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് മന്ത്രി J. ചിഞ്ചുറാണി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. കന്നുകാലി മൃഗസംരക്ഷണ മേഖലകളുടെ സമഗ്ര വികസനവും ക്ഷീര കർഷകരുടെ ഉന്നമനവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ നിരവധി സ്റ്റാളുകൾ ഒരുക്കും. എംപോക്സ് സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ചലച്ചിത്ര പ്രേമികൾക്ക് ആവേശം സമ്മാനിച്ച 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും. മേളയിൽ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ആദ്യ പ്രദർശനം പൂർത്തിയായി. ഈ മാസം 13 ആരംഭിച്ച മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നായി 177 ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. 15 തിയേറ്ററുകളിലാണ് പ്രദർശനം നടക്കുന്നത്. കേരള നിയമസഭയുടെ 3ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം 7 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്പീക്കർ AN ഷംസീർ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർണാടക സ്പീക്കർ UT ഖാദർ, പ്രശസ്ത സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ തിരുവനന്തപുരത്ത് KSUവിന്റെ പ്രതിഷേധം. വഴുതക്കാട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് KSU നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ 2 പേർക്ക് വായ്പാ തുക ഉടൻ തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് അബദ്ധത്തിലെന്ന് KSFE. കമ്പ്യൂട്ടറിൽ വന്ന തകരാറാണ് 2 പേർക്ക് നോട്ടീസ് ലഭിക്കാൻ ഇടയായത്. ദുരന്തബാധിതരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് KSFE മേപ്പാടി ബ്രാഞ്ച് മാനേജർ വ്യക്തമാക്കി. തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട് ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി MP രാജേഷ്. ദേശീയപാതയിൽ ഇടുക്കി പെരുവന്താനത്തിന് സമീപം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് അപകടം. ബ്രേക്ക് നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ വശത്തെ തിട്ടയിലിടിച്ച് മറിയുകയായിരുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ T20 പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. നവി മുംബൈയിലെ DY പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിലാണ് മത്സരം നടക്കുന്നത്. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 207 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിൽ ഓരോ കളികൾ ജയിച്ച് ഇരു ടീമുകളും 1-1 എന്ന നിലയിലാണ്.
സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യത്തുടനീളമാകെ 24 ദേശീയ നൈപുണ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായി കായിക മന്ത്രാലയം. 2024-25 സാമ്പത്തിക വർഷത്തിൽ സായിയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾക്കും നാഷണൽ സെന്റർ ഓഫ് എക്സലൻസുമായി ഏകദേശം 822 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.